ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. രാവിലെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്, ഇപ്പോൾ വൈകിട്ടാണ് ഗൈസ്. കാറിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലേ. യെസ് ഗൈസ്, ഇവിടെ ഞാൻ പോസ്റ്റാണ്. നമ്മൾ ആരെയും കൊണ്ട് എവിടെയെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ അമ്മമാരെയും കൊണ്ട് എവിടെയും പോകാൻ പാടില്ല. കാരണം പോസ്റ്റ് അടിച്ച് പഠിച്ചിൻ്റെ ഊപ്പാടുള്ളത്. അതുമാത്രമല്ല, കാറുമായിട്ട് ഇറങ്ങിയോ എവിടെ പാർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. എവിടെയെങ്കിലും പാർക്ക് ചെയ്ത ബാക്കിൽ നിന്ന് കൂ ഹോണടിയുക. അത് എടുക്കുമ്പോഴത്തേനോ 10 വട്ടം ഇടിച്ച് നിൽക്കും. ഇത് കൊണ്ടാണ് ഗേൾസ് കാർ പിടിക്കാൻ പോകത്തെന്ന് എനിക്ക് തോന്നുന്നു. ബോയ്സിൻ്റെ ഒറ്റ ഇതുകൊണ്ടാണ് ബാക്കിൽ പോയി കൂ. അവർക്ക് ഓടിക്കാൻ അറിയാം, നമുക്ക് ഓടിക്കാൻ അറിയോ? അതുകൊണ്ടാണ് പ്രിയദർശിനി ഇപ്പം ഫ്രീ ആക്കിയത് സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് പ്രിയദർശിനി ഫ്രീ ആക്കിയത് ഗൈസ്. സോ ബാക്കിൽ ഇങ്ങനെ കൂന്ന് അടിക്കുമ്പോഴേ നമ്മുടെ ഉള്ള ഇതും ഉള്ള ടെൻഷനും ഒക്കെ പോകും. ഉള്ള ടെൻഷനൊക്കെ വരും. അതല്ല, അതില്ലാത്ത 4 ഇൻഡിക്കേറ്റർ ഇട്ടാലും വണ്ടി കേടായാലും തലയിലെടുത്ത് ചുമന്നുകൊണ്ട് പോകണം. അങ്ങനത്തെ ഹോണടിയുക. സിഗ്നൽ ഇരുന്നാലും 10 വട്ടം ഇടിച്ച് നിന്നാൽ പോലും അവർക്ക് ബാക്കി ഇരിക്കുന്നവർക്ക് ഒരു ഇതുമില്ല ഗൈസ്. പറഞ്ഞു വന്നത് ഒറ്റയ്ക്ക് വരിക. ആരുടെയും കൊണ്ട് ഇങ്ങനെ പോകരുത് ഗൈസ്. ഇങ്ങനെ നമ്മൾ പോസ്റ്റായിരിക്കും ഗൈസ്. സോ ഗൈസ്, ഇന്ന് മുഹറമായിരുന്നു. രാത്രി വൈകിട്ടും വെറുതെ ഇരിക്കാമെന്ന് തോന്നുന്നു. ഫ്രീ ആയിട്ടിരിക്കായിരുന്നു. നാളെ വർക്കിംഗ് ഡേ ആണ് ഗൈസ്. സ്കൂളിൽ പോകണം ഗൈസ്. ഇപ്പോഴും എനിക്ക് കോളേജിൻ്റെ ഓർമ്മയാണ്. സ്കൂളിൽ പോകണം. ഇപ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന വെച്ചാൽ കാറിൻ്റെ ആരെങ്കിലും ഒന്ന് ഹോൺ അടിക്കുന്നുണ്ടോ ടെൻഷൻ ഉണ്ട്. ഫ്രണ്ടിൽ വന്ന ഒരാളങ്ങ് ബൈക്ക് നിർത്തി. ഇനി ഞാൻ എങ്ങനെ എടുത്തുകൊണ്ട് പോകും? ഞാൻ ടെൻഷനാണ്. യൂട്യൂബിൽ നോക്കി പഠിക്കണം. ഹൗ ടു ഡ്രൈവ്, എങ്ങനെ ഡ്രൈവ് ചെയ്യാം, ഇന്ന പോലെ ഇന്ന സ്ഥാനത്ത് നിന്ന്. അങ്ങനെയാണ്. ഇവിടെ നിർത്തിയ മമ്മിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പെട്രോൾ അടിക്കാൻ പോലും ഈ ഒരു ഇങ്ങനത്തെ വണ്ടിയുള്ള സ്ഥലങ്ങളിൽ വരരുത്. ഗുദാമിലെ വണ്ടി ഓടിക്കുക. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഗൈസ്. സ്കൂട്ടർ എടുക്കുന്നതിന് ബെറ്റർ കാറിനെ കിടക്കുക. കാരണം എവിടെ വേണമെങ്കിൽ നിർത്തുക, എവിടെ കിടിച്ച് കയറിയാലും അവിടെ ഇറങ്ങുക, അവിടെ കിടക്കത്തേയുള്ളൂ. കാറാണെങ്കിൽ 10 വട്ടം ഇടിച്ച് നിൽക്കും. അത് ഗിയർ കാരണം 10 ഗിയർ നിർത്തി ഗിയറിട്ട് മരിക്കും. ബാക്കി അവിടെ നിന്ന് ഇവിടം വരെ വരുന്ന മാത്രം. വേറെ ആണെങ്കിൽ വലിയ കുഴപ്പവും കാണത്തില്ലായിരുന്നു ഗൈസ്. സോ ഗൈസ്, ഇറ്റ്സ് ടൈം ഫോർ ഭാഗ്യം പ്രിയദർശിനി ഇറക്കിയതും ഞങ്ങളെ കണ്ടാൻ തോന്നുന്നു പ്രിയദർശിനി ഇറക്കിക്കുന്നത്. ഞങ്ങളിന്നാണ് ഒരുപാട് പാളിച്ചകൾ റോഡിനുണ്ടാകുന്നത്. ഞങ്ങളെ കൊണ്ട് സമാധാനം എന്നായിരിക്കും. അങ്ങനെയെങ്കിലും ഒന്ന് സമാധാനം വരുന്നൊരു ബസ് വരുന്ന അവിടുന്ന് ഗൈസ്. പറയുമ്പോഴേ എൻ്റെ ഉള്ളിൽ ടെൻഷന്. വേഗം ബസ് അങ്ങ് പോയായിരുന്നെങ്കിൽ. ഈ ബസ് ഇനി എങ്ങോട്ട് ഇടിച്ച് കയറുന്ന ചോദിച്ചാൽ എനിക്കറിഞ്ഞോളൂ. വരുമ്പോഴേ നെഞ്ചത്ത് ആംബുലൻസ് വരുന്നു ഗൈസ് അവിടുന്ന്. കേട്ടോ? ഇതൊക്കെ ഗൈസ്. വേറൊരു വീഡിയോ കാണുന്നവരെയും